അഖിൽ മാരാർ എത്തി, എല്ലാവരെയും പരിചയപ്പെട്ടു, ടാസ്കിൻ്റെ രീതികളും റൂൾസൊക്കെ പറഞ്ഞു. അതിനുശേഷം സെറീനയും അഭിഷേകും കൂടെ ഒന്നിച്ച് വരികയാണ്. അങ്ങനെ അവരും എല്ലാവരെയും പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി കിച്ചണിൽ പോവുകയാണ്. അപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട്, കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ടിടണം, നല്ല രീതിയിൽ ഫുഡ് റെഡിയാക്കണം, പിന്നെ വൃത്തി ഒരു പ്രാധാന്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊടുക്കാൻ നോക്കണം, ചർച്ചകൾ നല്ല രീതിയിലായിരിക്കണം എന്നൊക്കെ കുറച്ച് ഉപദേശം കൊടുക്കുന്നു. അതിനുശേഷം അഭിഷേക് അനുമോളോട് പറയുന്നു, ഇപ്പോൾ കരച്ചിലൊന്നും കാണുന്നില്ലല്ലോ, നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ കളിക്കണം എന്നൊക്കെ അനുമോളോട് പിന്നെ അഭിഷേക് പറയുന്നു. ഇവർ മെയിനായിട്ട് വന്നത് തന്നെ അഖിൽ മാരാറിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ നമ്മുടെ വൈൽഡ് കാർഡ്സായ ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. അഖിൽ മാരാർ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു സൗഭാഗ്യം തന്നത് ബിഗ് ബോസാണ്, ബിഗ് ബോസിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്നിട്ട് അഖിൽ പറയുന്നു, എനിക്ക് ഇവിടെ നിന്നാണ് തുടക്കം, ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇതിൽ എനിക്ക് ഇവിടെ തന്നെ വന്നിട്ട് എന്നെ വിജയിപ്പിച്ച, എന്നെ മനസ്സിലാക്കിയ എല്ലാ എൻ്റെ ബിഗ് ബോസ് പ്രേക്ഷകരോടും എനിക്ക് ഇങ്ങനൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അത് സാധിച്ചു. ഈ ഒരു ബിഗ് ബോസ് ഷോയിലൂടെ തന്നെയാണ് അഖിൽ മാരാറിനെ എല്ലാവരും അറിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു നിലയിൽ സിനിമയിൽ എത്തിയതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.